ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പം നോക്കിയപ്പം എന്താ കഴിക്കാനുള്ളത് നോക്കിയപ്പം പുട്ടും തേങ്ങ അരച്ച എന്തോ ഒരു കറിയും. അപ്പം തന്നെ മൂഡ് പോയില്ലേ. എനിക്ക് പുട്ടും മീൻകറിയുമാണ് കേട്ടോ ഇഷ്ടം. പുട്ടും മീൻകറിയും മത്തിക്കറിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം എന്തായാലും മീൻകറി ഇല്ലേ വീട്ടിൽ, അതിനെക്കൊണ്ട് ഞാൻ വിചാരിച്ചൊരു സാധനം ഉണ്ടാക്കാമെന്ന്. എന്താ അറിയുക സാധനം? ഒരു ചാട്ട് പോലെ, ഈ ഹിന്ദിക്കാരയിൽ കിട്ടുന്ന പാനിപ്പൂരി ബേൽപൂരി ഒക്കെ പറയുന്ന പോലെയുള്ള ഒരു സാധനം. പക്ഷേ അതുപോലെയൊന്നും ആയില്ലെങ്കിലും ഏകദേശം ഞാൻ അതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ നോക്കി. പാനിപ്പൂരി ആക്കാൻ നോക്കിയില്ല കേട്ടോ, ഒരു ചാട്ട് പോലെ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് റൈസ് പപ്പട് ഉണ്ടായിരുന്നു. റൈസ് പപ്പട് ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മളവിടുത്തെ പപ്പടല്ലേ, അതുപോലെയുള്ളൊരു സാധനം. അവരെ സദ്യക്ക് വിളമ്പുന്നൊരു റൈസ് പപ്പട് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഒരു പൊരിയൊക്കെ കഴിക്കുന്നൊരു ഫീല് കിട്ടും നമുക്ക്. നല്ല ക്രഞ്ചിയാണത്. അപ്പം അതുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ചാട്ട് പോലെ ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളിയും തക്കാളിയും, പിന്നെ അതിന് വേണ്ടത് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കി. ഒരു ഉള്ളി എടുത്താൽ മതി കേട്ടോ, ഒരു ചെറിയൊരു ഉള്ളി എടുത്താൽ മതി. അതായത് ഒനിയൻ, വലിയ ഉള്ളിയില്ലേ, അത് ഒറ്റെണ്ണം എടുത്താൽ മതി. കൂടുതൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുത്തൽ ഭയങ്കരമായിരിക്കും. അതുപോലെ ഒരു തക്കാളി എടുക്കാം കേട്ടോ, ഒരു ചെറിയൊരു തക്കാളി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അറഞ്ചും പുറഞ്ചും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പപ്പടിനെ ഇടിച്ച് പൊടിക്കുന്നു. ഓവറായിട്ട് പൊടിക്കരുത്, ഭയങ്കരമായിട്ട് പൊടിയരുത്. ഒരു കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് കിടക്കണം, എന്നാലേ അത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഇത് വരുള്ളൂ. ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എനിക്ക് മഞ്ഞൾപ്പൊടി ഇടുമോയെന്നൊന്നും അറിയില്ല. പിന്നെ വേണമെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാലയൊക്കെ ഇട്ട് നോക്കാം. ടേസ്റ്റ് ചിലപ്പം വ്യത്യാസം വന്നാലോ. ഞാൻ ഇട്ടിട്ടില്ല അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് നോക്കാം. ഇത് എന്താ പറയുക, ഒരു നമ്മളിങ്ങനെ ഹിന്ദിക്കാരെ കയ്യിൽ കിട്ടുന്ന പാനിപൂരി അല്ല, ബേൽപൂരിയൊക്കെ അല്ലേ ഇങ്ങനെ, അത് കുറച്ചിങ്ങനെ മിക്സറൊക്കെ ഇട്ടുള്ള സംഭവമല്ലേ, അങ്ങനെ ക്രഞ്ചി. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ല രസമാണ് അത് കഴിക്കുമ്പോൾ. അതുപോലത്തെ ഒരു ഫീൽ കിട്ടും അത് കഴിക്കുമ്പോൾ. വലിയ സാധനങ്ങളൊന്നുമില്ല, ആകെപ്പാട് ഉള്ളിയും തക്കാളിയും പിന്നെ അതുപോലെ റൈസ് പപ്പടവും ഉള്ളൂ. എനിക്ക് തോന്നുന്നു മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വരുമായിരുന്നു എന്ന്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാണ് സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നത്, എൻ്റെ കൈനോട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതിയില്ലേ. അതിനെക്കൊണ്ട് ഞാനത് കഴിച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സംഭവങ്ങൾ, കൽക്കുലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബൈ.